ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടേക്കുന്ന റാഗി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ റാഗി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന പൊടിയുടെയും അതേപോലെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പൗഡർ എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി എടുക്കാം. അതായത് 1 ഗ്ലാസ് ആട്ടപ്പൊടിയും 1 ഗ്ലാസ് റാഗി പൗഡറും എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ അളവ് നോക്കുന്നത്, എത്രയാണോ എടുക്കുന്നത്, 1 കപ്പാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റാഗി, 1/2 കപ്പ് ഗോതമ്പ്, അങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ റാഗിപ്പൊടി മാത്രമാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്. നല്ലതുപോലെ തിളച്ച വെള്ളമില്ലേ, അതൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പം 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എക്സാക്ട് കണക്ക് ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവിയോ അല്ലെങ്കിൽ സ്പൂൺ, ഒരു വലിയ സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ വെള്ളം ഒന്ന് നനഞ്ഞു കിട്ടണം എല്ലായിടത്തും. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കണേ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ സമയത്ത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും, അത് കാര്യമാക്കണ്ട കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് കുഴച്ചെടുക്കാവുന്നേ ഉള്ളേ. പിന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനെക്കാട്ടിലും കുറച്ചൊന്ന് ലൂസായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അച്ചിലേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മോൾഡില്ലേ, അതിലൊക്കെ ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ നെയ്യാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ ഒരു നല്ല മണം ഉണ്ടാവും, അതുകൊണ്ടാണ് നെയ്യ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ കുറച്ചധികം തേങ്ങ ഇടും. കാരണം എനിക്ക് റാഗിയുടെ കൂടെ തേങ്ങ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തേങ്ങ എടുക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ കുക്കിംഗ് ടൈം അധികം എടുക്കത്തില്ല കേട്ടോ. നമ്മൾ സാധാരണ അരിയുടെ ഇടിയപ്പം ഇല്ലേ, അതുപോലെ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. ഈ ഗോതമ്പായാലും റാഗി ആയാലും അധികം കുക്കിംഗ് ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ അതേപോലെ ഒരുപാടിട്ട് അങ്ങ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം റാഗി ആയതുകൊണ്ട് അമർന്നു പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഞാൻ വെതറി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അധികം തേങ്ങ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഏത് കറിയും ചേർന്ന് പോകും. നമുക്ക് എരിവുള്ള ഏത് കറിയും നന്നായിട്ട് ചേരും. അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഷുഗർ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഹെൽത്ത് വൈസ് അന്ന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് മുരിങ്ങക്ക പലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു കർണാടക സ്റ്റൈൽ പലാവാണ് കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ടേസ്റ്റ് വൈസ്. പക്ഷേ മുരിങ്ങക്ക കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1 ഗ്ലാസ് ജീര റൈസ് 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ജീര റൈസ് തന്നെ വേണമെന്നില്ല, ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. സോന മസൂരി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നില്ല, എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ സ്റ്റാർ അനീസ്, മറാഠി മൊഗ്, സ്റ്റോൺ ഫ്ലവർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചേർത്തു എന്ന് മാത്രം. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഒരു ഉള്ളി, അത്യാവശ്യം വലിയ സൈസിലുള്ള ഉള്ളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. പിന്നെ പുതിന, മല്ലിയില, ഇത് രണ്ടും വേണം. മല്ലിയില എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർപകുതി പുതിനയില എടുത്താൽ മതി. പിന്നെ ഒരു 5-6 പച്ചമുളക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 2-3 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അധികമായി പോകണ്ട കേട്ടോ, കുറച്ച് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് നമ്മുടെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കണം, മൂത്ത് വന്നിരിക്കുന്ന ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഈ നമ്മൾ ചേർത്തേക്കുന്ന മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസിലുള്ള തക്കാളിയാണ്, 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ വലിയ സൈസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് തക്കാളി ഉടഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട, കാരണം അത് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതേപോലെ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തേക്കുന്നത്, കാരണം എനിക്ക് ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിലാണ് ചേർക്കുന്നത്. ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ മുരിങ്ങക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 മുരിങ്ങക്കയാണ് എടുത്തേക്കുന്നത്.
ഭയങ്കര നീളം കൂടിയതല്ല, അതുകൊണ്ടാണ് 3 എടുത്തേക്കുന്നത്. നല്ല വലിയ മുരിങ്ങയ്ക്കാണെങ്കിൽ 2 മതി കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. വീണ്ടും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈര് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായാലും നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് മുന്നേ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ അരച്ച ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രോസൺ ഗ്രീൻ പീസ് ഈ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഓൾറെഡി പകുതി വെന്തതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൈര് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലേ. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് 1 ബേ ലീഫും 1 പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി. അഥവാ നിങ്ങളിത് കുക്കറിലല്ല വേവിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് മതിയാവും. ആ സമയം കൊണ്ട് അരിയൊക്കെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ 1 വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്ക പലാവ് റെഡിയാണ് കേട്ടോ. ചൂടോടെ അധികമായിട്ട് ഇളക്കാൻ പാടില്ല, പക്ഷെ നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എങ്ങനെയുണ്ടെന്ന്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വെറൈറ്റി പലാവല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് പക്കോട റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ബേബി കോൺ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബേബി കോൺ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു 2 മിനിറ്റ് 1-2 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മാത്രം മതി. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അധികം നേരം വെള്ളത്തിലിട്ട് വെക്കല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയി പോവും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇത് ബേബി കോണൊക്കെ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നീളത്തിൽ തന്നെ പക്കോട ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഞാനിവിടെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്നതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി പക്കോടയ്ക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അജ്വൈൻ സീഡ്സ്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ ആക്കി എടുക്കണേ. ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങ് തിന്നായി പോകാൻ പാടില്ല. സാധാരണ നമ്മൾ പക്കോടയ്ക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് ഞാൻ എല്ലാ ബേബി കോണും ഒരുമിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഓരോന്നും മുക്കി പൊരിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സാധാരണ പക്കോട ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിവിടെ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് ഇത് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് സാധാരണ നമ്മൾ പക്കോട ഉണ്ടാക്കുന്ന പോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക, പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി അതുപോലെ സ്പൈസസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ വേറെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായപ്പൊടി ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി, ഒരു 2 നുള്ളി ചേർത്താൽ മതി. അതിന് പകരമായിട്ടാണ് ഞാനിവിടെ അജ്വൈൻ സീഡ്സ് ചേർത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സീഡ്സ് ഒഴിവാക്കിയിട്ട് കായപ്പൊടി ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.